മാനവാധികാർ സേന മീഡിയയിലേക്ക് സ്വാഗതം. കടുത്തുരുത്തിയിൽ ജോലിസ്ഥലത്ത് തോട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട എബിയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് എബിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പോലീസിനെ സമീപിച്ചു. പത്തനംതിട്ട റാന്നി ഐരൂർ മങ്ങാട്ടിൽ വീട്ടിൽ ബാബുവിന്റെ മകൻ 26 വയസ്സുള്ള എബി ബാബു ജോലി ചെയ്യുന്ന ഞീഴൂർ വില്ലേജ് മടത്തിപ്പറമ്പ് ഭാഗത്തുള്ള തോട്ടിൽ വൈകിട്ട് 7-നും 7:30-നും ഇടയിൽ തോട്ടിൽ മുങ്ങി കാണാതായതിനെ തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ ശേഷം മുട്ടുച്ചിറ HGM ആശുപത്രിയിൽ എത്തിച്ച സമയം മരണപ്പെട്ടു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. എബിയുടെ സുഹൃത്തായ ആനന്ദാണ് ആവലാതിക്കാരൻ. ഈ സംഭവത്തിൽ കടുത്തുരുത്തി പോലീസ് ക്രൈം 1537/2024 U/S 194 BNSS പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എബിയുടെ മരണത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നും മരിക്കുന്നതിന്റെ തൊട്ടുമുൻപ് മകൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെന്നും നല്ല നിലയിൽ നീന്തൽ വശമുള്ള ആളാണെന്നും മരണം കൊലപാതകമാണെന്നും മാതാപിതാക്കൾ സംശയിക്കുന്നു. അതിനാസ്പദമായ എബിയുടെ ഫോൺ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സാഹചര്യ തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടെന്നും മാതാപിതാക്കൾ പറയുന്നു. എബിയുടെ വായിലും മുഖത്തും തലയുടെ പുറകിലും മുറിവുണ്ടായിരുന്നെന്നും അവർ പറയുന്നു. സത്യസന്ധമായ അന്വേഷണം നടന്നില്ലെന്നും ആയതിനാൽ ഈ സംഭവത്തിൽ സമഗ്രമായ പുനരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ശ്രീ KK സുരേഷിന്റെ നേതൃത്വത്തിൽ CSDS കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയിരുന്നു. എബിയുടെ പിതാവ് ബാബുവും മാതാവ് ഓമനയും റാന്നി ഇടപ്പാവൂർ IPC സഭയുടെ അംഗങ്ങളാണ്. സഭാ സെക്രട്ടറി സണ്ണി, പാസ്റ്റർ സന്തോഷ് കുര്യൻ എന്നിവർ കഴിഞ്ഞ ദിവസം അവരെ സന്ദർശിക്കുകയും അവരുടെ വേദനയിൽ പങ്കുചേരുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. എബിയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കി കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. മാനവാധികാർ സേന മീഡിയ, ന്യൂഡൽഹി. अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें, सब्सक्राइब करें। ऐसे लेटेस्ट खबर पाने के लिए हमारे चैनल का बेल आइकन दबाना ना भूलें। अगर आप हमें फेसबुक, ट्विटर, इंस्टा के माध्यम से देख रहे हैं तो फॉलो, कमेंट करना ना भूलें। धन्यवाद।